മാനന്തവാടിയിലെ പഞ്ചാരക്കൊല്ലിയിലാണ് ഇന്ന് ദാരുണമായി സംഭവം ഉണ്ടായത്. അവിടെ പ്രിയദർശിനി എസ്റ്റേറ്റിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അവിടേക്കാണ് മൃതദേഹം എത്തിച്ചിട്ടുള്ളത്. മന്ത്രി OR കേളു അവിടെ വലിയ തോതിൽ ഈ സംഭവത്തെ തുടർന്ന് രോഷാകുലരായിട്ടുള്ള പ്രതിഷേധവുമൊക്കെയായി നിൽക്കുന്ന ആളുകളോട് സംസാരിക്കുകയായിരുന്നു. അവരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ വേണ്ട കാര്യങ്ങളെല്ലാം അടിയന്തരമായി ചെയ്യാം. RRT സംഘത്തെ കൂടുതലായി ഈ പ്രദേശത്ത് ഇന്ന് തന്നെ വിന്യസിക്കാം. അതുപോലെ തന്നെ അവർക്ക് ഈ പറഞ്ഞതുപോലെ സഹായധനം കുടുംബത്തിന് നൽകുന്നതിന്, ബന്ധുക്കൾക്ക് നൽകുന്നതിന്, അതുപോലെ തന്നെ തൊഴിൽ, ഈ പറഞ്ഞതുപോലെ ഇവരുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും തൊഴിൽ പോലുള്ള ആവശ്യങ്ങളുണ്ടെങ്കിൽ അതുമൊക്കെ ഉത്തരവാദിത്വത്തോടെ ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് മന്ത്രി അവിടെ സംസാരിച്ചത്. അനൂപ് അവിടെ നിന്ന് ചേരുന്നുണ്ട്. അനൂപ്, ഒരു തീരുമാനത്തിലേക്ക് അവിടെ എത്തിയോ കാര്യങ്ങൾ? അതോ പലതരം അഭിപ്രായങ്ങളും വൈകാരിക പ്രകടനങ്ങളും എതിർപ്പുകളും പല തരത്തിലുള്ള പെരുമാറ്റങ്ങളൊക്കെ അവിടെ കാണുന്നുണ്ട്? അനൂപ്, എന്താണ് വൈകാതെ തന്നെ മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാനാവുമോ? ആ വിധത്തിലൊരു പ്രതീക്ഷയാണുള്ളത്. എന്നാൽ ക്ഷമിക്കണം, ഇവിടെ ഒരു ശക്തമായ ഒരു പ്രതിഷേധത്തിന്റെ സാഹചര്യമുണ്ട്. നമുക്കറിയാം തോട്ടമേഖലയാണ്, അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ വളരെ വൈകാരികമായിട്ടുള്ള ഒരു പ്രതികരണം ജനങ്ങളുടെ ഭാഗത്തുള്ളത് ഉണ്ടാവുന്നത്. ഇവിടെ തോട്ടം തൊഴിലാളികളായിട്ടുള്ള സ്ത്രീകളെല്ലാം ഉണ്ട്. ഇവിടെ ജോലി ചെയ്യുന്നവരാണോ? ഓ അതെ അതെ. ഇപ്പോ ഈ കടുവ നേരത്തെ കണ്ടിട്ടുണ്ടോ? ഇവിടെ നമ്മള് കണ്ടിട്ടില്ല, അങ്ങനെ പറയുന്നേ കേട്ടിട്ടുള്ളൂ, കണ്ടിട്ടില്ല. പക്ഷെ നമ്മൾ ഈ പണി സ്ഥലത്ത് നമ്മൾ ഈ പുറത്തുനിന്ന് വരുന്നവരാണ്. നമ്മൾ പുറത്തുനിന്ന് 6-6:30 ഇവിടെ വന്നിരിക്കുമ്പോ ഇരുട്ടായിരിക്കും നടന്നു വരുമ്പോ. ചിലപ്പോ വണ്ടി കിട്ടിയാൽ വണ്ടിയിൽ വരും, അല്ലെങ്കിൽ നടന്നിട്ട് തന്നെ വരണം. അത് നമ്മുടെ ആ ഭാഗത്തുള്ളത് നമ്മൾ അറിയുന്ന രാധേന, നമ്മൾ അറിയുന്ന നമ്മുടെ അയൽവാസിയാണ് അവിടെ. നേരത്തെ ഇവിടെ കടുവനെ തോട്ടത്തൊഴിലാളികൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല, പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇവിടെ കടുവ ഉണ്ട് എന്ന് ചിലവർ പറയുന്നുണ്ട്, അല്ലാണ്ട് നമുക്കറിയില്ല. പക്ഷെ നമ്മളെ വീടിന്റെ അവിടെ നായ്ക്കൾ ഇങ്ങനെ കുറയ്ക്കും, പക്ഷെ പേടിച്ചിട്ട് ഞങ്ങൾ പുറത്തിറങ്ങൂല. ഇതാണ് നാട്ടുകാർ പറയുന്നത്. ഇപ്പോൾ മന്ത്രി OR കേളുവിന്റെ നേതൃത്വത്തിലുള്ള ഒരു ചർച്ചയല്ല ഇവിടെ നടന്നുവെങ്കിലും ശക്തമായൊരു പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ആ പ്രതിഷേധം എന്തെന്ന് വെച്ചാൽ കടുവയെ പെട്ടെന്ന് തന്നെ പിടികൂടുക എന്നുള്ളൊരു ആവശ്യം മുൻനിർത്തിയാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ ഒരു നടപടിയിലേക്ക് കടക്കണം, വനവകുപ്പ് ഉദ്യോഗസ്ഥർ വന്ന് ആ ഉറപ്പ് നൽകണം എന്നാണ് നാട്ടുകാർ പ്രധാനമായും ഒരു ആവശ്യം ഉന്നയിക്കുന്നത്. നാട്ടുകാർ ഇപ്പോൾ ഈ പ്രിയദർശിനി എസ്റ്റേറ്റിന്റെ ഓഫീസ് കെട്ടിടത്തിന് മുന്നിലാണ് ഈ നാട്ടുകാർ ഈ വിധം വലിയ രീതിയിൽ തമ്പടിച്ചിരിക്കുന്നത്. ജനങ്ങളുടെ ഭാഗത്തുള്ള പ്രതിഷേധം ഇവിടുന്ന് ബോഡി നീക്കം ചെയ്യാൻ സാധിക്കില്ല, അല്ലെങ്കിൽ മാറ്റാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ്. ഏതായാലും മന്ത്രി OR കേളു, വനവകുപ്പ് ഉദ്യോഗസ്ഥരെല്ലാം ഇവിടെ സ്ഥലത്തുണ്ട്.